ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പം ഇന്നലെ ഒന്ന് ഫുള്ള് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാലേ, നമ്മുടെ TPR ജ്വല്ലറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, തൃപ്രയാർ. അവരുടെ തന്നെ ജിമ്മുണ്ട് മേലെ. അപ്പോൾ അതിൻ്റെ വിഷു ആഘോഷ പരിപാടിയായിരുന്നു. അപ്പം അതിനൊരു ഫ്രണ്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി അവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയായി പോന്നു. അങ്ങനെ ഇന്നലെ മൊത്തത്തിൽ അങ്ങനെ പോയി. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴേ അങ്ങനെയൊക്കെ പുറത്തിറങ്ങി നമുക്ക് ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ടെൻഷൻ പകുതി കുറയും. നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവില്ല മനസ്സിൽ. പുറത്ത് ചിരിച്ച് കളിച്ചാലും ഉള്ളിൽ നമ്മൾ വിചാരിക്കും എന്ത് ചെയ്യുക, നമ്മളൊരു രോഗിയായി മാറിയില്ലേ എന്നൊക്കെയുള്ളൊരു വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ വരും. പ്രത്യേകിച്ച് എനിക്കിനി നമ്മുടെ എന്നിട്ട് പറയാ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഡിപ്രഷനിലേക്ക് ഞാൻ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ദൈവമേ, ഡിപ്രഷനൊന്നും വരല്ലേ. ഇന്നല്ലേ സന്തോഷത്തില. ഇന്നത്തോട്ട് എനിക്കൊരു കൂട്ടുണ്ടാവും. ആരാന്നല്ലേ അത് ഞാൻ വഴിയേ പറയാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത് കേട്ടോ. നിങ്ങളിങ്ങനെ കണ്ടിങ്ങനെ പോവല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോക്കൂടെ? ഒന്ന് കാണ്, എന്നിട്ട് പറയ്, അഭിപ്രായങ്ങൾ പറയ്. സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. ഓക്കെ, ബൈ. ശരിക്കും ഇവിടുത്തെ പല്ല് പോയിട്ടുണ്ടല്ലേ ഗൈസ്? ഈ പല്ല് ആര് കൊഴിച്ചു എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്? കൊഴിച്ചതല്ല, തന്നെ കൊഴിഞ്ഞു പോയതാണ്. 5 പൈസ ചിലവില്ലാതെ എൻ്റെ പല്ല് തന്നെ കൊഴിഞ്ഞു പോയിരിക്കുന്നു. ശരി ഗൈസ്, പിന്നെ കാണാം. ഓക്കെ.